എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഏലിയൻ കുർത്തിയാണ്. ഫ്രണ്ടിൽ കുറച്ച് പോർഷനിൽ മാത്രം നമ്മൾ വേറൊരു പീസ്, അതായത് ഒരു കോട്ടന്റെ പീസ് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇനി ഞാനിവിടെ എടുത്തിട്ടുള്ളത് 2.5 മീറ്റർ ഫാബ്രിക് ആണ്. നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഫുൾ സ്ലീവ് ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ 3 മീറ്റർ എടുക്കുക കേട്ടോ. ഇതിലേക്ക് 2 മീറ്റർ ക്രേപ്പിന്റെ ലൈനിങ് എടുത്തിട്ടുണ്ട്. പിന്നെ സെന്ററിൽ കൊടുക്കാനായിട്ട് എന്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഒരു പീസാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ എടുക്കുക, അതല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ 1/2 മീറ്റർ മേടിക്കുക. 1/2 മീറ്ററിൽ കുറച്ച് നമുക്ക് റണ്ണിങ് മെറ്റീരിയൽസ് കട്ട് ചെയ്ത് കിട്ടില്ല കേട്ടോ. നമുക്ക് കട്ട് ചെയ്യാം. ഞാനിവിടെ ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കി ഇട്ടിട്ടുണ്ട്. മടക്കി ഇടുന്ന സമയത്ത് ഒരു 16 ഇഞ്ച്, അതായത് നമ്മൾ 4 ആക്കി മടക്കി ഇടുന്ന സമയത്ത് 16 ഇഞ്ചെങ്കിലും വിടുത്ത് ഉണ്ടാവണം. എന്നാൽ മാത്രമേ നമുക്ക് എയർലൈൻ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ കേട്ടോ. പിന്നെ ലെങ്ത്, അത് നിങ്ങൾക്ക് എത്രയാണ് ലെങ്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ലെങ്ത്തിന്റെ ഒപ്പം 1.5 ഇഞ്ച് സീം അലവൻസും കൂടി ആഡ് ചെയ്തിട്ട് വേണം ക്ലോത്ത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാൻ ഇതേപോലെ എന്റെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ലെങ്ത്തിന് ക്ലോത്ത് കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്യാം. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. 7 ഇഞ്ചാണ് ഷോൾഡർ. 7 ഇഞ്ചാണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഞാനൊരു മീഡിയം സൈസുള്ള ആളാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ അളവാണ് കേട്ടോ മാർക്ക് ചെയ്യേണ്ടത്. 7.5 ഇഞ്ചാണ് ആം ഹോൾ, അതായത് 7 ഇഞ്ചാണ് ആം ഹോൾ. 1/2 ഇഞ്ച് നമ്മൾ ഷോൾഡർ സ്ലോപ്പിന് വേണ്ടി കൊടുക്കും. അങ്ങനെയാണ് 7.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത്. ഈ 2 പോയിന്റും കൂടി ഇതേപോലെ യോജിപ്പിച്ച് വരച്ചിട്ടുണ്ട്. ഇനി ആദ്യം ബാക്കിലെ ആം ഹോൾ ആണ് വരയ്ക്കുന്നത്. ബാക്കിലെ ആം ഹോൾ ഞാൻ ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നിങ്ങൾ കൈ വെച്ച് വരച്ചാൽ മതി. ഇനി കൈ വെച്ച് വരയ്ക്കുക എങ്ങനെയാണെന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ നേരത്തെ വീഡിയോസിലൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കണ്ടു നോക്കിയാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഒരു 1/2 ഇഞ്ച് ഉള്ളോട്ടേക്ക് നമ്മൾ ഫ്രണ്ടിലെ ആം ഹോളും കൂടി വരയ്ക്കുന്നുണ്ട്. ഇനി ചെസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് വിഡ്ത്ത് 9 ഇഞ്ചാണ്, അതായത് 36 ആണ്. അതേ ഡിവൈഡഡ് ബൈ 4 ചെയ്യുന്ന സമയത്ത് നമുക്ക് 9 ഇഞ്ചാ കിട്ടുക. ആ 9 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ 2 ഇഞ്ച് എക്സ്ട്രാ ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നുണ്ട്, അതായത് സീം അലവൻസിന് വേണ്ടിയിട്ട് 2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഏറ്റവും ടോപ്പിലായിട്ട് വെച്ചിട്ട് നേരെ താഴോട്ടേക്ക് ഒരു വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്യുക. അപ്പൊ ഞാനിവിടെ 14 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. നിങ്ങളുടെ വേസ്റ്റ് ലെങ്ത് എത്രയാന്ന് വെച്ചാൽ അത് മാർക്ക് ചെയ്യാം. അവിടെ വേസ്റ്റ് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. അതിന്റെ കൂടെയും 2 ഇഞ്ച് സീം അലവൻസ് മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ 8 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ കൂടെ 2 ഇഞ്ച് ഇതേപോലെ സീം അലവൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഈ 2 പോയിന്റും നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഒന്ന് സ്കെയിൽ വെച്ചിട്ട് യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്ത് അവിടുന്ന് നേരെ താഴേക്ക് നമ്മൾ ബോട്ടം പോയിന്റിലേക്ക്, അതായത് നമ്മൾ എത്രയാണോ ലെങ്ത് എടുത്തിട്ടുള്ള ആ ലെങ്ത്തിലേക്ക് നേരെ താഴോട്ടേക്ക് ഇതേപോലെ സ്കെയിൽ വെച്ചിട്ട് മാക്സിമം വിടുത്ത് കിട്ടുന്ന രീതിയിൽ നമ്മൾ ആംഗിൾ ആയിട്ട് വരയ്ക്കുകയാണ്. നിങ്ങൾക്ക് വേസ്റ്റ് പോയിന്റ് മാർക്ക് ചെയ്തിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. അതല്ല ഹിപ്പ് പോയിന്റും കൂടി മാർക്ക് ചെയ്തിട്ട് വരയ്ക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ വരയ്ക്കാം. ഈ രണ്ടിന്റെയും ഇപ്പൊ നമ്മളിപ്പോ ഇതിന്റെ അകത്ത് വേസ്റ്റ് പോയിന്റ് ആണ് കാണിച്ചിട്ടുള്ളത്. ഹിപ്പ് പോയിന്റ് വെച്ചിട്ട് വരയ്ക്കുന്ന വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ, അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോസ് കണ്ടാൽ മതി. ഞാൻ ഇവിടെ ഐക്കാർഡിൽ ലിങ്ക് കൊടുക്കാം കേട്ടോ. ഏറ്റവും താഴ്ഭാഗത്ത്, അതായത് ബോട്ടം സൈഡിൽ നേരെ മുകളിലേക്ക് നമ്മളിപ്പോ വരച്ചിട്ടുള്ള ലൈനിലേക്ക് ഒരു 2.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കർവ് ചെയ്ത് വരയ്ക്കുന്നുണ്ട്. നമ്മൾ വരച്ച അളവ് പ്രകാരം നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കുക. ആദ്യം നമ്മൾ ബാക്കിലെ ആം ഹോൾ വെച്ചിട്ടാണ് കട്ട് ചെയ്യുക. എന്നതിന് ശേഷം ഒരു പീസ് എടുത്ത് മാറ്റി വെച്ചതിന് ശേഷമാണ് ഫ്രണ്ടിലെ ആം ഹോൾ കട്ട് ചെയ്യുക കേട്ടോ. ഇനി ശ്രദ്ധിക്കുക, ഇതുവരെ നമ്മൾ നോർമൽ എയർലൈൻ കുർത്തി ചെയ്യുന്ന സെയിം മെത്തേഡാണ്. ഇനിയാണ് നമുക്ക് മാറ്റം വരാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പൊ ഞാനിവിടെ ഫ്രണ്ടിലെ പീസാണ് മടക്കി വെച്ചിരിക്കുന്നത്. ബാക്കിലെ പീസ് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഫ്രണ്ടിലെ പീസ് മാത്രമാണ്. നെക്ക് വിഡ്ത്ത് ആയിട്ട് 4 ഇഞ്ചാണ് കൊടുക്കുന്നത്. അതായത് നിങ്ങൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ചാൽ അതിനേക്കാളും 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം ഫ്രണ്ടിലെ പീസിൽ നെക്ക് വിഡ്ത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഞാനിവിടെ 4 ഇഞ്ച് കൊടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ചിൽ ഷോൾഡർ ഇതേപോലെ ഒന്ന് സ്ലോപ്പ് ചെയ്തിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നമ്മൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നതെന്ന് വെച്ചാൽ അതിന്റെ കൂടെ 1/2 ഇഞ്ച് കൂട്ടിയിട്ട് വേണം നെക്ക് വിഡ്ത്ത് ഫ്രണ്ടിലെ പീസിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ നിങ്ങളൊരു 3.5 ഇഞ്ചാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 4 ഇഞ്ച് കൊടുക്കുക. നിങ്ങൾ 3 ഇഞ്ചാണ് കൊടുക്കാൻ ഉദ്ദേശിക്കണമെങ്കിൽ 3.5 ഇഞ്ച് കൊടുക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഒരു 4 ഇഞ്ച് കൊടുത്താലായിരിക്കും ഭംഗി ഉണ്ടാവുക കേട്ടോ. പിന്നെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടും നിങ്ങളുടെ കംഫർട്ടിനനുസരിച്ചിട്ടും നിങ്ങൾ ചെയ്യാം. ഇനി ഫ്രണ്ടിൽ നമ്മൾ കുറച്ച് പോർഷനിൽ മാത്രം പ്രിന്റഡ് ആയിട്ടുള്ള മെറ്റീരിയൽ വെക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. മുകളിൽ നിന്ന് നേരെ താഴേക്ക് നമ്മൾ ടേപ്പ് വെച്ചിട്ട് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്താണ് നമ്മൾ 13 ഇഞ്ച് മാർക്ക് ചെയ്തത്. അവിടെ നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. അത് എന്തിനാണ് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആ സെൻട്രലായിട്ട് ഒരു നോട്ട് പോലെ കൊടുക്കുന്നത്, അതായത് ഒരു കെട്ട് പോലെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ്, ആ ഒരു ഭാഗം കുറച്ച് സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു 1/2 ഇഞ്ച് മാർക്ക്. ഇനി എങ്ങനെയാണ് ഈ ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. നമ്മൾ ടോട്ടൽ ലെങ്ത് ആയിട്ട് എടുത്തിട്ടുള്ളത് 13 ഇഞ്ചാണ്. അപ്പൊ അതിന്റെ പകുതി എന്ന് പറയുമ്പോൾ 6.5 ഇഞ്ച്. അപ്പൊ ഈ 6.5 ഇഞ്ച് ഇതേപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടുന്ന് നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മൾ 5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ നെക്ക് വിഡ്ത്ത് ആയിട്ട് 4 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. നമ്മൾ ലെങ്ത് ആയിട്ട് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. ഈ 13 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത പോയിന്റിൽ സ്ട്രെയിറ്റ് ആയിട്ട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്തു. 13ന്റെ പകുതി 6.5 ഇഞ്ചാണ്. ഈ 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് 5 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പൊ നമുക്കിവിടെ 3 പോയിന്റ് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. ഈ 3 പോയിന്റ് നമ്മൾ കൈ വെച്ചിട്ട് റാൻഡം ആയിട്ട്, അതായത് ഞാനിപ്പോ സ്കെയിൽ വെച്ചിട്ടാണ് വരയ്ക്കുന്നത്, ഫ്രഞ്ച് കർവ് ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുന്നത്. നമ്മൾ എന്താ പറയാ, കൈ വെച്ചിട്ട് ഇതേ ഒരു ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുക, അത്രേ ഉള്ളൂ കേട്ടോ.
കേട്ടോ. 13 ഇഞ്ച് എന്നുള്ളതും നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം. കുറച്ച് കൊടുക്കണ്ട, കൂട്ടണം എന്നുണ്ടെങ്കിൽ കൂട്ടാം കേട്ടോ. ഇതിൽ അതായത് 13 ഇഞ്ചിനേക്കാളും കുറയ്ക്കേണ്ട, അതിലും കൂടുതൽ വേണമെന്നുണ്ട്. അതായത് ലാസ്റ്റ് നമ്മൾ എല്ലാ സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ട് നമ്മൾ ഈ ഡ്രസ്സ് ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ലെങ്ത് പോരാന്ന് തോന്നുകയാണെങ്കിൽ കൂട്ടി കൊടുത്തോളൂ, കുറച്ച് കൊടുക്കണ്ട കേട്ടോ. ക്യാൻവാസ് പേപ്പർ ഇല്ലാത്തവർക്ക് എങ്ങനെയാണ് ചെയ്യാന്നുള്ളത് കാണിച്ചിട്ടാണ് നമ്മൾ അതായത് നമ്മുടെ മെയിൻ ഫാബ്രിക്കിൽ തന്നെ ചെയ്യുന്നത്. നിങ്ങൾക്ക് ക്യാൻവാസ് പേപ്പർ വെച്ച് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ ക്യാൻവാസ് പേപ്പറിൽ ചെയ്യുന്നതാണ് കുറച്ചും കൂടി നല്ലത്. അപ്പൊ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഇതേപോലെ നമ്മൾ മാർക്ക് ചെയ്തു. ഈ അളവ് പ്രകാരം നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ബാക്കിലെ പീസ് എടുക്കാം. ബാക്കിലെ പീസ് ഓൾറെഡി ഞാൻ നെക്ക് കട്ട് ചെയ്തു, പക്ഷെ ആ വീഡിയോ ഓൺ ആയില്ല. അപ്പൊ അതെങ്ങനെയാന്നുള്ളത് പറഞ്ഞുതരാം. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു നമ്മൾ എത്രയാണോ നെക്ക് വിഡ്ത്ത് എടുക്കുന്നതെന്ന് വെച്ചാൽ അതിൽ 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് ഫ്രണ്ടിലേക്ക് എടുത്തത്. അപ്പൊ ഇവിടെ 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് എടുത്തത്. 4 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുത്തത്. എന്നിട്ട് നോർമൽ റൗണ്ട് നെക്കാണ് വരച്ചത്. അതുപോലെ തന്നെ 1/2 ഇഞ്ചിൽ ഷോൾഡർ ഒന്ന് സ്ലോപ്പും കൂടി ചെയ്തിട്ടുണ്ട് കേട്ടോ. ഫ്രണ്ടിലെ പീസും ബാക്കിലെ പീസും നമ്മൾ നല്ല മെറ്റീരിയൽ ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. സെയിം ഇതേപോലെ തന്നെ നിങ്ങൾ ലൈനിങ്ങും കൂടി ഒന്ന് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. ഇനി സ്ലീവ് കട്ട് ചെയ്യാം. നിങ്ങൾക്ക് ഫുൾ സ്ലീവ് വേണമെന്നുണ്ടെങ്കിൽ ഫുൾ സ്ലീവ് ചെയ്യാം. അങ്ങനെ എങ്ങനെയാണ് ഫുൾ സ്ലീവ് ചെയ്യാന്ന് അറിയില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഫുൾ സ്ലീവ് ചെയ്യാന്നുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ നേരത്തെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പൊ നമ്മളിവിടെ ചെറിയ സ്ലീവ് ആണ് ചെയ്യുന്നത്. ക്ലോത്ത് ഇതേപോലെ 4 ആക്കി മടക്കിയിട്ടിട്ടുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്തല്ല, ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്ത് മുകളിൽ നിന്ന് നേരെ താഴോട്ടേക്ക് ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. നോർമൽ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നത് പോലെ ആം ഹോൾ കുഴിച്ചു വരയ്ക്കുന്നുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾക്ക് എങ്ങനെയാണ് ആം ഹോൾ കുഴിച്ചു വരയ്ക്കാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, കണ്ടു നോക്കുക കേട്ടോ. ആദ്യത്തുള്ള വണ്ണം മാർക്ക് ചെയ്യുന്നുണ്ട്, സൈഡ് ഇതേപോലെ യോജിപ്പിച്ചിട്ട് വരയ്ക്കുന്നുണ്ട്. നമ്മൾ വരച്ച പ്രകാരം ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സെന്ററിൽ ഒരു ചെറിയ കട്ടും കൂടി കൊടുക്കണം. നമുക്ക് സ്റ്റിച്ച് ചെയ്യാം. നമ്മൾ ഫ്രണ്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ലൈനിങ് എടുത്തിട്ടുണ്ട്. സെന്ററിൽ ഇതേപോലെ ചെറിയൊരു നോച്ച് കൊടുത്തെടുത്തിട്ടുണ്ട്. ലൈനിങ്ങിൽ നമ്മൾ ആ ഫ്രണ്ടിലെ ഡിസൈൻ കട്ട് ചെയ്തിട്ടില്ല, ഫ്രണ്ടിലെ പീസിൽ മാത്രമേ കട്ട് ചെയ്തിട്ടുള്ളൂ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ടാണ് ചെയ്യുന്നത്. അപ്പൊ 2 പീസിലും കൂടി നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഒരു പീസ് കട്ട് ചെയ്തിട്ട് ഒരു പീസ് കട്ട് ചെയ്യാണ്ട് വെച്ചത് കേട്ടോ. അപ്പൊ ഇതേപോലെ കറക്റ്റ് ആയിട്ട് വെക്കുക. കറക്റ്റ് ആയിട്ട് തന്നെ വെക്കണം. കറക്റ്റ് സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ സെന്ററിന് 2 സൈഡിലേക്കും നെക്ക് വിഡ്ത്ത് 4 ഇഞ്ച് ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതേപോലെ വെക്കുക. അതായത് ലൈനിങ്ങിന്റെ മുകളിലായിട്ട് നമ്മുടെ ഫ്രണ്ടിലെ പീസിന്റെ നല്ല വശമാണ് വെക്കേണ്ടത് കേട്ടോ. കറക്റ്റ് വെക്കുക. എന്നിട്ട് നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക. ക്യാൻവാസ് പേപ്പർ ഇല്ലാത്തത് കൊണ്ട് തന്നെ നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക. അത്യാവശ്യം നല്ല ലെങ്ത് ഉള്ള നെക്കാണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. നെക്കല്ല, ഡിസൈൻ ആണ് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക. പിൻകുത്തിയതിനു ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ ഒരു ഷേപ്പ് എങ്ങനെയാന്ന് വെച്ചാൽ അതേപോലെ സ്റ്റിച്ച് ചെയ്യുക കേട്ടോ. ഒഴിവുകൾ ഇല്ലാതെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുക. അതായത് ഒരു വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഇല്ലാണ്ട് കറക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റാർട്ടിംഗ് പോയിന്റിൽ നിന്ന് നമ്മൾ ഇതേപോലെ സ്റ്റിച്ച് ചെയ്ത് വരുന്ന സമയത്ത് ആ സെന്റർ എത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു ഡോറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഡോറി കറക്റ്റ് 2 ആക്കി മടക്കിയിട്ട് ഇതിന്റെ കറക്റ്റ് സെന്ററിൽ നമ്മൾ വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ കറക്റ്റ് സെന്ററിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആദ്യമേ വെച്ചിട്ട് പിൻ കുത്തി കൊടുക്കണേ പിൻ കുത്തി കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചെയ്താലും മതി. പിന്നെ ഡോറി എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോസ് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് വീഡിയോസ് ഒക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക. അപ്പൊ കറക്റ്റ് സെന്ററിൽ തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഡോറി ഉള്ളത് കാരണം തന്നെ ഒരു 2 സ്റ്റിച്ച് ഒന്ന് മുന്നോട്ടും ബാക്കോട്ടും ആയിട്ട് ഒരു 2 സ്റ്റിച്ച് ചെയ്തിട്ട് ഒന്ന് ലോക്ക് ചെയ്യാം കേട്ടോ. അതിന്റെ ബാക്കി ഭാഗം നമ്മൾ ഇതേ ഷേപ്പ് അനുസരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട്, അതായത് ആ ചെറിയൊരു 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് ബാക്കി ക്ലോത്ത് കട്ട് ചെയ്യുക. എന്നിട്ട് ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ മറിച്ചെടുക്കുക. നമ്മൾ ഇതേപോലെ നല്ല ക്ലോത്തും അതുപോലെ തന്നെ ലൈനിങ്ങും രണ്ടും 2 ഡയറക്ഷനിൽ വരുന്ന രീതിയിൽ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഈ ഷേപ്പ് ഒന്നും കൂടി സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്ലോത്ത് ഇങ്ങനെ വിടർത്തി സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതെന്തിനാ അങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ക്ലോത്ത് ഇനി ഉള്ളോട്ടേക്ക് എടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഷേപ്പ് അതേപോലെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇങ്ങനെ 2 കൈ വെച്ചിട്ട് ഞാൻ ചെയ്യുന്ന പോലെ കാണുന്നില്ല, അതേപോലെ സ്ക്രീനിൽ ഇങ്ങനെ 2 കൈ വെച്ച് ഇങ്ങനെ വിടർത്തിയിട്ട് നമ്മൾ കറക്റ്റ് ഈ ഒരു ഷേപ്പ് ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതിനുശേഷം ഈ ലൈനിങ് നമ്മുടെ നല്ല ക്ലോത്തിന്റെ അടിവശത്തേക്ക് വെച്ചിട്ട് ഒന്നും കൂടി നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും നമ്മൾ ക്യാൻവാസ് പേപ്പർ ഒന്നും ഇല്ലാണ്ടാണ് ചെയ്തത്. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ ലൈനിങ് ഉള്ളത് കൊണ്ട് ക്യാൻവാസ് പേപ്പർ ഇല്ലാണ്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ക്യാൻവാസ് പേപ്പർ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ലൈനിങ്ങിന്റെ മുകളിലായിട്ട് നമ്മൾ നല്ല ക്ലോത്ത് വെച്ചിട്ട് അതിന്റെ മുകളിലായിട്ട് ക്യാൻവാസ് പേപ്പർ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാന്നുള്ളതേ ഉള്ളൂ കേട്ടോ. സെയിം സ്റ്റിച്ചിങ് ഒക്കെ സെയിം ആണ്. ഇനി നമ്മൾ സെന്ററിൽ ചെയ്യുന്ന പീസ് എടുക്കാം. ഇത് അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. അപ്പൊ നിങ്ങൾ എടുക്കുന്ന പീസ് അതായത് ഭയങ്കര സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ലൈനിങ്ങും കൂടി ആഡ് ചെയ്യണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലെ പോർഷൻ അല്ലേ, അപ്പൊ അതുകൊണ്ട് എടുത്ത് കാണിക്കും. അപ്പൊ അതുകൊണ്ട് സീ ത്രൂ ആയിട്ടുള്ള മെറ്റീരിയൽ ആണെങ്കിൽ ലൈനിങ്ങും കൂടി വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത് ലൈനിങ്ങിന്റെ ആവശ്യമില്ല, നല്ല കട്ടിയുള്ള മെറ്റീരിയൽ ആണ്. ഇനി ശ്രദ്ധിക്കുക, നമ്മൾ കറക്റ്റ് സെന്റർ ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കറക്റ്റ് 2 സൈഡിൽ നിന്ന്, അതായത് സെന്ററിന് 2 സൈഡിലേക്കും നമ്മൾ നേരത്തെ നെക്ക് വിഡ്ത്ത് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത് 4 ഇഞ്ചായിരുന്നു.
പക്ഷെ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ 4 ഇഞ്ച് നെക്ക് വിഡ്ത്ത് എടുത്താലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ അതായത് സ്റ്റിച്ച് ചെയ്ത് മറിച്ചടിച്ചല്ലോ, മറിച്ചടിച്ച് കഴിയുന്ന സമയത്ത് നമുക്കത് 4.25 ഇഞ്ചായിട്ട് കൺവേർട്ട് ആയി വന്നിട്ടുണ്ടാവും. അതിപ്പോ ഞാൻ 4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തതുകൊണ്ടാണ്. നിങ്ങൾ ഒരു 1/2 ഇഞ്ചിലൊക്കെ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ 4.5 ഇഞ്ചായിട്ട് വേണം കൊടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതേപോലെ സെന്ററിന്ന് 2 സൈഡിലേക്കും നമ്മൾ നേരത്തെ 4 ഇഞ്ചായിരുന്നു മാർക്ക് ചെയ്തത്. അപ്പൊ ഇവിടെ നമ്മൾ 4.25 ഇഞ്ച് വേണം മാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ലെങ്ത് കറക്റ്റ് സെന്ററിലാണ് വരുന്നത് എന്നുള്ളത് ഉറപ്പ് വരുത്തുക. എന്നിട്ട് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ കറക്റ്റ് നമ്മൾ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ പിൻകുത്തി കൊടുക്കുക കേട്ടോ. അപ്പൊ ഇതുപോലെ ഞാൻ നല്ല രീതിയിൽ പിൻകുത്തിയിട്ടുണ്ട്. പിൻകുത്തി കഴിഞ്ഞിട്ട് ബാക്കിൽ ഇതേപോലെ ഒരു 1 ഇഞ്ചെങ്കിലും ക്ലോത്ത് എക്സ്ട്രാ ഉണ്ടാവണം. അതായത് പിൻകുത്തി കഴിഞ്ഞിട്ട് ഒരു 1 ഇഞ്ചെങ്കിലും ക്ലോത്ത് ഇതേപോലെ എക്സ്ട്രാ ഉണ്ടാവണം. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് ഇതേപോലെ ചെയ്യാം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കുറച്ച് വിട്ടിട്ട്, അതായത് കുറച്ച് നീക്കിയിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് നമ്മൾ നേരത്തെ നല്ല ക്ലോത്ത് മറിച്ചടിച്ച സമയത്ത് കുറച്ച് വിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ആ സ്റ്റിച്ചിന്റെ മുകളിലൂടെ സ്റ്റിച്ച് ചെയ്യാണ്ട് സൈഡിലൂടെ ആയിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സെയിം ഷേപ്പ് തന്നെ സൈഡിലൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അപ്പൊ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഓവർ ക്ലോത്ത്, അതായത് ഒത്തിരി ക്ലോത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 1 ഇഞ്ച് വെച്ചതിന് ശേഷം ബാക്കിയുള്ള ക്ലോത്ത് ഇതേ ഷേപ്പിൽ ഒന്ന് അതായത് കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ബാക്കി ഓവർലോക്ക് ചെയ്ത് എടുക്കണം എന്നുണ്ടെങ്കിൽ ഓവർലോക്ക് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഉള്ളോട്ടേക്ക് മടക്കിയിട്ട് ഹെമ്മിങ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഹെമ്മിങ് ചെയ്യാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇനി ഫ്രണ്ടിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പീസ് കറക്റ്റ് ഇതേപോലെ മടക്കി സെന്റർ ഒന്ന് ഇതേപോലെ ഒരു ചെറിയ നോച്ച് കൊടുക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് നെക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടി ഞാനൊരു ക്യാൻവാസ് പേപ്പർ ആണ് എടുത്തിട്ടുള്ളത്. 3.5 ഇഞ്ചാണ്. അതായത് ഇതേപോലെ ഒരു ക്യാൻവാസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിന് കറക്റ്റ് 2 ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. ഫോൾഡഡ് ആയിട്ടുള്ള ഭാഗത്ത് നിന്ന് ഓപ്പണിംഗ് ആയിട്ടുള്ള ഭാഗത്തേക്ക് 3.5 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുന്നത്. എത്രയാണോ നമ്മൾ ബാക്കിലെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തത് അതേ നെക്ക് വിഡ്ത്ത് തന്നെ മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പൊ ബാക്കിൽ നമ്മൾ 3.5 ഇഞ്ചാണ് മാർക്ക് ചെയ്തത്. സെയിം 3.5 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്യുന്നുണ്ട്. 5 ഇഞ്ചാണ് നെക്കിന് ഇറക്കം കൊടുക്കുന്നത്. 5 ഇഞ്ച് ഇറക്കം കൊടുത്തിട്ട് റൗണ്ട് നെക്കാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്ക് ഇനി ബോട്ട് നെക്ക് പോലെയാണ് ചെയ്യേണ്ടതെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ 5 ഇഞ്ച് എന്നുള്ള ഇറക്കം കുറച്ചെടുത്താൽ മതി. അതായത് ഒരു 4 ഇഞ്ചൊക്കെ ആയിട്ട് എടുത്താൽ മതി. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങൾ ബാക്കിൽ സിബ് കൊടുക്കണം, അല്ലെങ്കിൽ തലവഴി ഇറങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള ഫ്രണ്ടിലെ പീസ് അതിന്റെ കറക്റ്റ് സെന്ററിൽ നമ്മളൊരു നോച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന്റെ കറക്റ്റ് സെന്ററിലായിട്ട് നമ്മൾ ക്യാൻവാസ് പേപ്പറിൽ ഇപ്പോൾ അയൺ ചെയ്തെടുത്തിട്ടുള്ള പീസിന്റെ കറക്റ്റ് സെന്റർ വെച്ച് കൊടുക്കുന്നുണ്ട്. സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. പിൻ കുത്തി കൊടുക്കുക. ക്യാൻവാസ് പേപ്പറിൽ ഇരിക്കുന്ന റൗണ്ട് നെക്ക് അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്യുക. 1/4 ഇഞ്ചിൽ ക്ലോത്ത് വെച്ചിട്ട് എക്സ്ട്രാ ക്ലോത്ത് കട്ട് ചെയ്യുക. ഈ 1/4 ഇഞ്ചിൽ വെച്ചിട്ടുള്ള ക്ലോത്തിൽ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. നേരത്തെ നമ്മൾ ചെയ്തില്ലേ സെയിം അതേപോലെ തന്നെ മറിച്ചടിക്കുക. എന്നിട്ട് ഉള്ളോട്ടേക്ക് വെച്ചതിന് ശേഷം ഒന്നും കൂടി പതിച്ചടിക്കുക. സെയിം ഒരേപോലെ തന്നെയാണ് കേട്ടോ. ബാക്ക് പീസ് ചെയ്യാം. ഇതേപോലെ ലൈനിങ് വെച്ചിട്ടുണ്ട്. ലൈനിങ്ങിന്റെ മുകളിലായിട്ട് നല്ല ക്ലോത്തിന്റെ നല്ല വശമാണ് വെക്കുന്നത്. കറക്റ്റ് റൗണ്ട് ഷേപ്പ് നല്ല പീസിലാണുള്ളത്, ലൈനിങ്ങിലില്ല. എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പിൻ കുത്തി കൊടുക്കുക. സെയിം സ്റ്റിച്ച് ആണ് കേട്ടോ. ഞാൻ എടുത്ത് കാണിക്കുന്നില്ല. ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് മറിച്ച് പതിച്ചടിക്കുക. എന്നിട്ട് ഷോൾഡറും കൂടി ഒന്ന് ജോയിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് സ്ലീവ് ജോയിൻ ചെയ്യാം. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള സ്ലീവിന്റെ സെന്റർ ഷോൾഡറിന്റെ സെന്ററിൽ ഇതേപോലെ വെച്ചു കൊടുക്കുക. വെക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മുടെ ടോപ്പിന്റെ നല്ല വശം അതുപോലെ തന്നെ സ്ലീവിന്റെ നല്ല വശത്തിന്റെ മുകളിൽ നല്ല വശം വരുന്ന രീതിയിൽ വെക്കുക. കറക്റ്റ് സെന്റർ ടു സെന്റർ ആണെന്നുള്ളത് ഉറപ്പ് വരുത്തുക. ആദ്യം സെന്ററിൽ നിന്ന് ഒരു സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക, പിന്നെ സെന്ററിൽ നിന്ന് അടുത്ത സൈഡിലേക്ക് സ്റ്റിച്ച് ചെയ്യുക. അതുപോലെ തന്നെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക കേട്ടോ. സ്ലീവ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും അതുപോലെ തന്നെ ഷോൾഡർ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തും നമ്മൾ 2 സ്റ്റിച്ച് ചെയ്ത് സെക്യൂർ ചെയ്യുന്നത് നല്ലതാണ് കേട്ടോ. ഇതുപോലെ 1.5 ഇഞ്ച് വിടുത്തുള്ള 2 സ്ട്രിപ്സ് എടുത്തിട്ടുണ്ട്. ഞാൻ താഴ്വശത്ത് പൈപ്പിംഗ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങൾക്ക് കുറച്ച് കട്ടിയിൽ, അതായത് കുറച്ച് കട്ടിയിൽ ആ ഒരു പീസ് കാണണമെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ പീസ് എടുത്താൽ മതി കേട്ടോ. അപ്പൊ അതേപോലെ കറക്റ്റ് 2 ആക്കി മടക്കി കൊടുക്കുന്നുണ്ട്. സ്ലീവിന്റെ നല്ല വശത്തിന്റെ മുകളിലായിട്ട് ഈ ഒരു പീസ് വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ചെറിയ ചെറിയ ഇതേപോലെ കുഞ്ഞു കുഞ്ഞു കട്ട് കൊടുക്കുക. കട്ട് കൊടുത്തതിന് ശേഷം നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ ഈ പീസ് ഒന്ന് ഉള്ളോട്ടേക്ക് മറിക്കുക. മറിക്കുന്ന സമയത്ത് ചെറുതായിട്ട് നമുക്ക് അവിടെ ഒരു കുഞ്ഞ് നാരോം പോലത്തെ ഒരു പൈപ്പിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് വരുന്ന രീതിയിൽ ഇങ്ങനെ മറിച്ചെടുക്കുക. എന്നിട്ടൊന്ന് പതിച്ചടിക്കുക. അതായത് സ്ട്രെയിറ്റ് ആയിട്ട് ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി ഒരു പീസ് മടക്കിയത് കൊണ്ട് തന്നെ പിന്നെ ഹെമ്മിങ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് അവിടെ ഇരിക്കും കേട്ടോ. ഇതേപോലെ ചെയ്തെടുക്കുക. വളരെ നാരോ രീതിയിലുള്ള പൈപ്പിംഗ് റെഡി ആയി കിട്ടും. ഇനി നമുക്ക് ചെയ്യാനുള്ളത് എന്താന്ന് വെച്ചാൽ എ ലൈൻ കുർത്തിന്റെ താഴ്വശം മടക്കി തയ്ക്കുക. നമ്മുടെ അളവ് പ്രകാരം സൈഡ് ജോയിൻ ചെയ്യുക. ഞാൻ കാണിക്കുന്നില്ല, അറിയാത്തവരാണെങ്കിൽ അതിന്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്, ചാനലിൽ ഉണ്ടാവും കേട്ടോ. ഇതാണ് ഫൈനൽ ലുക്ക്. വളരെ എളുപ്പത്തിൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോസിനായിട്ട് ഇതുവരെ നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്തായിട്ട് നോട്ടിഫിക്കേഷൻ ബെൽ ഉണ്ടാവും, അതും കൂടി ക്ലിക്ക് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ആൾ.